നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറിയ വേപ്പിലയും ഒരു ബേ ലീഫും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള നല്ല കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും ചേർത്ത് കൊടുക്കണം. തക്കാളി എല്ലാം വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഒന്ന് വരഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇച്ചിരി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. എല്ലാം നന്നായി പറ്റി വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.